ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി സന്തോഷത്തോടെ ദോശയും കറികളും ഉണ്ടാക്കുന്ന കാഴ്ചയോടെയാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. അടുക്കളയിൽ നിന്നും തീന്മേശയിലേക്ക് എത്തുന്ന ആഹാരത്തിന് സ്നേഹത്തിന്റെ രുചി കൂടി പകരാൻ അച്ചമ്മ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇനി ഇവിടെയുള്ള എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയായിരുന്നു അച്ചമ്മയുടെ ആഗ്രഹം. ഈ നിർദ്ദേശം കേട്ടപാടെ സച്ചിയും രേവതിയും അത് ആവേശത്തോടെ തന്നെ ഏറ്റെടുത്തു. തികഞ്ഞ പ്രണയത്തോടെയും സ്നേഹത്തോടെയും അവർ പരസ്പരം ഭക്ഷണം ഊട്ടുന്നു. അവരെ മാതൃകയാക്കി വർഷയും ശ്രീകാന്തും ശ്രുതിയും ഭർത്താവും പരസ്പരം ഭക്ഷണം നൽകി ആ നിമിഷം അങ്ങനെ മനോഹരമാക്കുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ചന്ദ്രമതി പ്രതീക്ഷയോടെ തന്റെ ഭർത്താവായ രവീന്ദ്രനെ നോക്കുന്നു. തന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രവീന്ദ്രന്റെ മുഖത്ത് പഴയ ദേഷ്യം അപ്പോഴും നിഴലിച്ചിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ കൊടുക്കാനാണ് പറഞ്ഞത്, അവർ കൊടുത്തോളൂ, നീ നിന്റെ ഭക്ഷണം കഴിക്കുകയെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെ തടയുന്നു. മാത്രമല്ല നിർബന്ധിച്ച് ചന്ദ്രമതിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. രവീന്ദ്രന്റെ ഈ പെരുമാറ്റം ചന്ദ്രമതിയിൽ വലിയ നോവാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കനൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് അവൾ വേദനയോടെ തന്നെ തിരിച്ചറിയുന്നു. അന്തരീക്ഷത്തിലെ ഗൗരവമല്ല മാറ്റാനായി വർഷ രസകരമായ ഒരു ചോദ്യവുമായി അച്ചമ്മ കരികിലേക്ക് എത്തുന്നു. അച്ചമ്മേ, ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ അച്ചമ്മയ്ക്ക് എങ്ങനെ കിട്ടുന്നു? അതൊക്കെ അച്ചമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? അച്ചമ്മയുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നോ? വർഷയുടെ ചോദ്യം കേട്ട് അച്ചമ്മ നാണത്താൽ മുഖം താഴ്ത്തി ചിരിക്കുന്നു. ഇത്രയും കാലത്തിനിടക്ക് അച്ചമ്മയുടെ മുഖത്ത് ഇങ്ങനൊരു നാണം കണ്ടിട്ടില്ലെന്ന് സച്ചി അത്ഭുതത്തോടെ പറഞ്ഞു. തുടർന്ന് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അച്ചമ്മ തൻ്റെ പഴയ പ്രണയകഥ വെളിപ്പെടുത്തുന്നു. ഞാൻ ആരെയും അങ്ങോട്ടേക്ക് പ്രണയിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരാൾ എൻ്റെ പുറകെ നടന്നിട്ട് കെട്ടിയതാണെന്നെ. അച്ചമ്മ പറഞ്ഞു തുടങ്ങി. പണ്ട് ചെറുപ്പത്തിൽ കറ്റയുമായി പാടവരമ്പത്ത് കൂടെ പോകുമ്പോൾ പാടത്ത് നിൽക്കുന്ന അച്ഛൻ തന്നെ കാണുകയും ഇഷ്ടം തോന്നുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുകയുമായിരുന്നു എന്ന് അച്ചമ്മ പഴയ ഓർമ്മകളെല്ലാം തന്നെ അവരോടായി പങ്കുവെച്ചു. അപ്പോ അച്ചമ്മ സമ്മതം മൂളിയോ എന്ന വർഷയുടെ ചോദ്യത്തിന് ആരും മറുപടി പറയാതെ തന്നെ ആ മുഖത്തേക്ക് നോക്കി. മുഖത്തെ നാണം ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. അച്ചമ്മക്ക് അച്ഛനെ ഇഷ്ടമായിരുന്നുവെന്നും അതൊരു പ്രണയവിവാഹം തന്നെയായിരുന്നുവെന്നും വർഷയും ശ്രീകാന്തും തമാശയായി പറഞ്ഞു ചിരിക്കുന്നു. അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ അച്ചമ്മക്ക് ഭക്ഷണം വാരി തരുമായിരുന്നില്ലേ എന്ന ശ്രീകാന്തിന്റെ ചോദ്യത്തിന് പിന്നെ പണ്ട് എപ്പോഴും എനിക്ക് ഭക്ഷണം വാരി തരുമായിരുന്നു എന്ന് അച്ചമ്മ അഭിമാനത്തോടു കൂടെ തന്നെ മറുപടി നൽകി. സച്ചി ഉടനെ തന്നെ അതിനെതിരായി ഇങ്ങനെ വിഷമിക്കുന്നത്, അച്ചമ്മക്ക് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ സച്ചി ഭക്ഷണം വാരി നൽകുകയാണ് അച്ചമ്മക്ക്. ശ്രീകാന്തും അത് പിന്തുടർന്നു. അങ്ങനെ സന്തോഷകരമായി എല്ലാവരും അച്ചമ്മയെ ഭക്ഷണം കൊണ്ട് ഊട്ടുന്നു. സന്തോഷകരമായ ആ അന്തരീക്ഷത്തിൽ വർഷ വീണ്ടും ഒരു നിർദ്ദേശം വെക്കുന്നു. ഇനി ആൻറ്റി അങ്കിളിന് ഭക്ഷണം വാരി കൊടുക്ക്. ചന്ദ്രമതി പ്രതീക്ഷയുടെ ഒരു ദോശ കഷ്ണം എടുത്ത് രവീന്ദ്രന് നേരെ നീട്ടുന്നു. എന്നാൽ രവീന്ദ്രൻ ആ സ്നേഹം നിരസിക്കുന്നു. എൻ്റെ വയറ് നിറഞ്ഞു, ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒട്ടും കാത്തു നിൽക്കാതെ തന്നെ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റു പോയി. കയ്യിലെടുത്ത ഭക്ഷണവുമായി നിൽക്കുന്ന ചന്ദ്രമതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭർത്താവിന്റെ അവഗണന ആ സ്ത്രീ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അച്ചമ്മ സച്ചിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. സച്ചി ഭക്ഷണം കഴിച്ചാൽ നീ അച്ഛനെയും അമ്മയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം. കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോവട്ടെ. സച്ചി അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഷോറൂമിൽ നിന്നും ഒരു വിളി വരുന്നത്. താൻ നോക്കിവെച്ച കാർ റെഡിയായിട്ടുണ്ട് എന്നും വന്ന് എടുക്കാമെന്നും അവർ അറിയിക്കുന്നു. സച്ചി ഈ വിവരം രേവതിയോട് പങ്കുവെച്ചു. വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നാൽ കാർ എടുക്കാമെന്നതായിരുന്നു നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അച്ചമ്മ വന്നതോടുകൂടെ തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. അങ്ങനെ അവർ ആ ഒരു പുതിയ കാർ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അച്ഛനെയും അമ്മയെയും അമ്പലത്തിൽ കൊണ്ടുപോയത് ഈ പുതിയ കാറിൽ തന്നെ ആവട്ടെ എന്ന് രേവതി നിർദ്ദേശിക്കുന്നു. അങ്ങനെ സച്ചി കാർ എടുക്കാൻ നേരെ ഷോറൂമിലേക്ക് തിരിച്ചു. അതേസമയം ശ്രുതി തൻ്റെ കടയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന തന്നെ ഇനിയും പരീക്ഷിക്കരുതേ എന്നും വലിയൊരു കോടീശ്വരി ആക്കണമേ എന്ന തൻ്റെ സ്വപ്നം സാധിച്ചു തരണേ എന്നുമാണ് അവളുടെ പ്രാർത്ഥന. ആ സമയത്താണ് അപരിചിതനായ ഒരാൾ കടയിലേക്ക് കടന്നു വരുന്നത്. എന്തെങ്കിലും വാങ്ങാനാണോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അയാൾ ഒരു കത്ത് ശ്രുതിക്ക് നേരെ നീട്ടി. പുറത്തുനിന്ന് ഒരാളെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആ കത്ത് കൊടുത്തിട്ട് വേഗത്തിൽ തന്നെ അയാൾ അവിടെ നിന്നും പോയി. കത്ത് വായിച്ച ശ്രുതി ആകെ ഞെട്ടിത്തരിക്കുന്നു. ശ്രുതി, ജാഗ്രത, നിനക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നിനക്ക് അപകടം വരാൻ പോകുന്നു. എല്ലാവരെയും സൂക്ഷിക്കുക എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. കത്ത് തന്ന ആളെ അന്വേഷിച്ച് ശ്രുതി പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. കത്തിൽ തന്നെ അന്വേഷിച്ച് വരരുത് എന്ന്, അതിൽ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ശ്രുതി ആകെ ഭയന്ന് വിറച്ചു. കടയിലെ ജീവനക്കാരെ പോലും അവൾ സംശയത്തോടെ നോക്കി.
തനിക്ക് ചുറ്റുമുള്ളവരിൽ ആരാണ് തൻ്റെ ശത്രു എന്നൊന്നും അവൾക്ക് മനസ്സിലായിരുന്നില്ല. ഇതേ സമയം കടയിലേക്ക് വന്ന മീരയോട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയുന്നു. സച്ചിയും രേവതിയുമാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് അവർ ചർച്ച ചെയ്തു. ഇത് വെറും പ്രാങ്കാണോ എന്ന് മീര സംശയിക്കുമ്പോഴും ശ്രുതി അത് വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല. നവീനോ നീലിമയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് അവൾ സംശയിക്കുന്നു. ആരായാലും സൂക്ഷിക്കണമെന്ന് മീര ശ്രുതിക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നീട് അങ്ങനെ പുതിയ കാറുമായി സച്ചി വീടിന്റെ മുറ്റത്തേക്ക് എത്തുന്നു. എല്ലാവരും ആവേശത്തോടെ പുറത്തേക്ക് വരുന്നു. എന്നാൽ ചന്ദ്രമതി മാത്രം അതിൽ കുറ്റം കണ്ടെത്തി. ഓ, ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാറ്? ഇത് പഴയ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ എന്ന് ചന്ദ്രമതി പരിഹസിച്ചു ചോദിച്ചു. എന്നാൽ സച്ചിക്ക് അത് വെറും ഒരു പഴയ കാറായിരുന്നില്ല. ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് എനിക്ക് പുതിയത് തന്നെയാണെന്ന് സച്ചി അഭിമാനത്തോടെ പറഞ്ഞു. രവീന്ദ്രനും അച്ചമ്മയും ശ്രീകാന്തും സച്ചിയെ പിന്തുണയ്ക്കുന്നു. ജീവിതത്തിൽ ഇനിയും വലിയ ഉയരങ്ങളിലെത്താൻ ഈ കാർ ഒരു നിമിത്തമാവട്ടെ എന്ന് അച്ചമ്മ അനുഗ്രഹിച്ചു. സച്ചി കാറിന്റെ താക്കോൽ അനുഗ്രഹിക്കാനായി അച്ചമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രാർത്ഥിച്ചതിനു ശേഷം അച്ചമ്മ അത് സച്ചിയുടെ ഭാര്യയായ രേവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. രേവതിയുടെ രാശി നല്ലതാണ്, അവൾ കൂടെയുള്ളപ്പോൾ തനിക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് അച്ചമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ പോവാനായി എല്ലാവരും തയ്യാറെടുത്തു. അച്ചമ്മയെയും കൂടെ വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി അച്ഛനെയും അമ്മയെയും കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞ് അച്ചമ്മ ഒഴിഞ്ഞു മാറുന്നു. കാറിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് താൻ വരുന്നില്ലെന്നും അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ ഈ യാത്ര സഹായിക്കുമെന്നും രേവതി സച്ചിയെ ഓർമ്മിപ്പിക്കുന്നു. ഒടുവിൽ അമ്പലത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മുൻ സീറ്റിൽ സച്ചിയോടൊപ്പം തന്നെ കാറിലിരിക്കാൻ രവീന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അച്ചമ്മ അതിനെ തടഞ്ഞു. എടാ, നീ പുറകിൽ പോയി ഇരുന്നാ മതി, മുൻസീറ്റിൽ രേവതി ഇരിക്കട്ടെ എന്ന് അച്ചമ്മ ഷാട്ടിയും പിടിച്ചു. മുൻസീറ്റിൽ കുലുക്കം കുറവായിരിക്കുമെന്ന് രവീന്ദ്രൻ ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും സച്ചി തമാശ രൂപേണ അത് തിരുത്തുന്നു. ഒടുവിൽ രേവതി മുൻസീറ്റിലും അച്ഛനും അമ്മയും പിൻസീറ്റിലുമായിട്ട് യാത്ര തിരിക്കുന്നു. സച്ചിയും രേവതിയും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഈ യാത്രയോടെ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള മഞ്ഞുരുകുമെന്നാണ്. അങ്ങനെ യാത്ര തുടങ്ങിയതും സച്ചി തന്റെ ഡ്രൈവിംഗ് വിദ്യ പുറത്തെടുത്തു. വണ്ടി ഇടയ്ക്കിടെ വെട്ടിച്ചും ബ്രേക്കിട്ടും അവൻ രവീന്ദ്രനെയും ചന്ദ്രമതിയെയും അടുത്തു. പെട്ടെന്നുള്ള ബ്രേക്കിൽ നിയന്ത്രണം വിട്ട ചന്ദ്രമതി രവീന്ദ്രന്റെ ദേഹത്തേക്ക് വീഴുകയും അറിയാതെയാണെങ്കിലും അവന്റെ കൈക്കുള്ളിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. മുൻസീറ്റിലിരുന്ന് കണ്ണാടിയിലെ ഈ കാഴ്ചയെല്ലാം തന്നെ കണ്ട് സച്ചിയും രേവതിയും ചിരിച്ചു. മകന്റെ വികൃതിയാണെന്ന് മനസ്സിലാകിയെങ്കിലും രവീന്ദ്രൻ മനസ്സുകൊണ്ട് ആ ഒരു സാമീപ്യം ആഗ്രഹിച്ചിരുന്നു എന്നാണ് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രവൃത്തിയോടുകൂടി തന്നെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രമതിയും ഒന്നാവുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള പരസ്പര ദേഷ്യമെല്ലാം തന്നെ ആ ഒരു ഇടിയോടുകൂടെ തന്നെ മഞ്ഞുരുകുന്നത് പോലെ അങ്ങ് ഇല്ലാതാവും. പിന്നീട് അങ്ങനെ വീട്ടിലാണെങ്കിൽ അച്ചമ്മയും വർഷയും ശ്രീകാന്തും മറ്റൊരു ലോകത്തായിരുന്നു. ശ്രീകാന്തിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോകൾ അച്ചമ്മ വർഷയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഉടുപ്പില്ലാതെയും കുസൃതി കാണിക്കുന്നതുമായ ആ പഴയ ചിത്രങ്ങൾക്ക് കണ്ട് വർഷ ചിരിയടക്കാനായില്ല. അവൾ അതെല്ലാം തൻ്റെ ഫോണിലേക്ക് പകർത്തി. ഇത് കണ്ട് നാണിച്ചു പോയ ശ്രീകാന്ത് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് വർഷയുടെ പിന്നാലെ ഓടി. അവരുടെ ആ ഒരു സ്നേഹത്തല്ലുകൾ വീടിന് തന്നെ ഉണർവേകി. വൈകാതെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സച്ചിയും കുടുംബവും തിരിച്ച് വീട്ടിലേക്കെത്തി. കാറിൽ നിന്നിറങ്ങിയ രവീന്ദ്രനെയും ചന്ദ്രമതിയെയും കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. സച്ചിയാണ് ആദ്യം അത് ശ്രദ്ധിച്ചത്. അച്ഛൻ്റെ കഴുത്തിൽ എന്താ ഒരു ചുവപ്പ്? അമ്മയുടെ നെറ്റിലെവിടെ പൊട്ട്? സച്ചിയുടെ ചോദ്യം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. ചന്ദ്രമതിയുടെ നെറ്റിയിലെ പൊട്ട് മാഞ്ഞിരിക്കുന്നു. അത് രവീന്ദ്രന്റെ കഴുത്തിൽ പതിഞ്ഞിരിക്കുന്നു. യാത്രക്കിടയിലെ സാമീപ്യത്തിന്റെ തെളിവായിരുന്നു അത്. നാണം കൊണ്ട് ചന്ദ്രമതി തല താഴ്ത്തി. രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ അത് തുടച്ചു കളയാൻ തുനിഞ്ഞുവെങ്കിലും അച്ഛമ്മ അതിനെ തടഞ്ഞു. അത് കളയേണ്ട രവീന്ദ്ര, ആ പൊട്ട് നീ തന്നെ അവളുടെ നെറ്റിയിൽ അങ്ങ് തൊട്ടുകൊടുക്ക് എന്ന് അച്ഛമ്മ സ്നേഹത്തോടെ കൽപ്പിച്ചു. എതിർക്കാൻ കഴിയാതെ രവീന്ദ്രൻ ആ കുങ്കുമപ്പൊട്ട് ചന്ദ്രമതിയുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുത്തു. പിണക്കങ്ങൾക്കിടയിലും അവരുടെ മനസ്സ് ഒന്നാകുന്ന നിമിഷമായിരുന്നു അത്. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഓരോ മുറിയിലും വ്യത്യസ്തമായ വികാരങ്ങൾ നിറഞ്ഞു നിന്നു. വർഷയും ശ്രീകാന്തും തമ്മിൽ ഭാവിയിലെ കുഞ്ഞിനെ കുറിച്ചുള്ള സംസാരം തുടർന്നു. പ്രസവ വേദനയോടുള്ള ഭയം കാരണം തനിക്ക് കുഞ്ഞു വേണ്ടെന്നും വേണമെങ്കിൽ വാടക ഗർഭപാത്രം മതിയെന്നും വർഷ വാശി പിടിച്ചു. ശ്രീകാന്ത് അതിനേക്ക് എതിർത്തു. അവരുടെ സംഭാഷണം ചെറിയൊരു തർക്കത്തിലേക്ക് നീങ്ങി. മറ്റൊരു വശത്താണെങ്കിൽ പകൽ ലഭിച്ച ഭീഷണിക്കത്തിന്റെ പേരിൽ സുധിക്ക് ഉറക്ക നഷ്ടമായിരുന്നു. ഭയം സഹിക്കാനാവാതെ അവൻ പാതിരാത്രിയിൽ അമ്മയെ വിളിച്ചു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതിന് ചന്ദ്രമതി അവനെ ശകാരിച്ചു. മനുഷ്യനൊന്ന് സമാധാനമായി ജീവിക്കാൻ വിടില്ലേ എന്ന അമ്മയുടെ ചോദ്യം സുധീരെ നെഞ്ചു തകർത്തു. ആരും തനിക്കില്ല എന്നൊരു തോന്നൽ അവനെ ഒറ്റപ്പെടുത്തി. അങ്ങനെ പിറ്റേന്ന് രാവിലെ സച്ചിയുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി എത്തി. സച്ചിയുടെ സുഹൃത്ത് കാർത്തിക്. പുതിയ കാർ ഓടിക്കാനായി അവനെയാണ് സച്ചി ഏൽപ്പിച്ചത്. രേവതി കാറിന്റെ താക്കോൽ കാർത്തികിന് കൈമാറി. നന്നായി നോക്കണേ എന്ന് ഉപദേശിച്ചുകൊണ്ട് അവൾ അവനെ യാത്രയാക്കി. ഇതേ സമയം സുധി തന്റെ പ്രശ്നത്തിന് പരിഹാരം തേടി സുഹൃത്തായ ആനന്ദിനെ സമീപിച്ചു. ആനന്ദൻ അവനൊരു ജ്യോതിഷന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സുധിയുടെ നിഷ്കളങ്കതയും ഭയവും മുതലെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കപട ജ്യോതിഷനായിരുന്നു അത്.
ഇത് കണ്ടകശനിയാണ്, ദോഷപരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞ് അയാൾ സുധിയെ വിശ്വസിപ്പിച്ചു. ഓരോ ദിവസവും ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങളെക്കുറിച്ച് അയാൾ വിചിത്രമായ നിർദ്ദേശങ്ങൾ തന്നെ സുധിക്ക് നൽകി. ചതിക്കുഴി തിരിച്ചറിയാത്ത സുധി അത് തന്റെ രക്ഷയ്ക്കുള്ള വഴിയാണെന്ന് കരുതി സുധി അതെല്ലാം തന്നെ തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ ഭയവും പ്രണയവും ചതിയും എല്ലാം ഇടകലർന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.